പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹപൂർവ്വം മദർ ഹോമിൻ അവതരിപ്പിക്കുന്ന സുവിശേഷ പ്രഘോഷത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശക്തികുളങ്ങര എന്ന സ്ഥലത്താണ്. കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര എന്ന സ്ഥലത്ത് വചനപ്രഘോഷത്തിനും ദൈവവചന ശുശ്രൂഷയ്ക്കുമായി ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ എത്തിയതാണ്. വളരെ മനോഹരമായ കടൽ തീരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കൊല്ലം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ഒരു പള്ളിയാണ് ശക്തികുളങ്ങര പള്ളി. അത് വിശുദ്ധ ജോൺ ബ്രിട്ടോ പുണ്യവാന്റെ നാമത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ദേവാലയമാണ്. നമുക്കറിയാം, ജോൺ ബ്രിട്ടോ എന്ന പുണ്യവാളനെക്കുറിച്ച് അധികമായി നമ്മളാരും കേട്ടിട്ടില്ല, നമുക്കറിയത്തുമില്ല. പക്ഷേ വിദേശ മിഷണറിയായ സ്പെയിൻകാരനായ ഈ വന്യവൈദികൻ അദ്ദേഹം ഭാരതത്തിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ചു. പ്രത്യേകമായി തമിഴ്നാടിൻ്റെയും ആന്ധ്രയുടെയും പശ്ചാത്തലങ്ങളിലാണ് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചത്. ആ സുവിശേഷ പ്രഘോഷണ ഘട്ടങ്ങളിൽ അവിടെയുള്ള ഭരണാധികാരികൾ അദ്ദേഹത്തിനെതിരെ കള്ളക്കേസുണ്ടാക്കുകയും അദ്ദേഹത്തെ പീഡിപ്പിക്കുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. രക്തസാക്ഷിയായിട്ടാണ് അദ്ദേഹം ഭാരതത്തിൽ മരിച്ചത്. ആദ്യത്തെ അപ്പസ്തോലനായി തോമാസ് ശ്ലീഹയെ അവതരിപ്പിക്കുമ്പോൾ തന്നെ ഭാരതത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് അവതരിപ്പിക്കുന്നത് വിശുദ്ധ ജോൺ ബ്രിട്ടോ എന്ന് പറയുന്ന ഈ പുണ്യവാനാണ്. അദ്ദേഹത്തിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ഈ ശക്തികുളങ്ങര ദേവാലയത്തിൽ തിരുനാളിനനുബന്ധിച്ച് 4 ദിവസത്തെ കൺവെൻഷന് വേണ്ടി വന്നപ്പോഴാണ് ഇത്രയും മനോഹരമായ കടൽത്തീരത്ത് ഞാൻ എത്തിയത്. ഇവിടെ നിന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു, പ്രത്യേകിച്ച് കടലിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവവചനം പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും ഞാൻ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചിന്തകൾ ഈ കടലിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ഒരു ശാന്തതയെക്കുറിച്ചാണ്. നമുക്കറിയാം, ആരും ഒന്നും പറയാതെ എന്നും ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് കടലിൻ്റെ അടിസ്ഥാനപരമായ ശൈലി തന്നെ തിരമാലകളാണ്. നമ്മൾ തീരങ്ങളിലേക്ക് നോക്കുമ്പോൾ അറിയാം, എപ്പോഴും തിരമാല വന്നുകൊണ്ടിരിക്കുകയാണ്. ആരും വിളിക്കേണ്ടതില്ല, ആരും പറയേണ്ടതില്ല. ഈ തിരമാല വരുമ്പോഴും കടൽ ബേസിക്കായി സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ശാന്തതയാണ്. ഈ പുറമേയുള്ള ഈ തിരമാലകൾക്കും ബഹളങ്ങൾക്കും അപ്പുറത്ത് ആഴക്കടൽ വളരെ ശാന്തമാണ് എന്നാണ് പറഞ്ഞു വെക്കുക. ഇവിടെ കടലും കായലും ചേരുന്ന ഈ പുലിമുട്ടിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ തീർച്ചയായും ഞാൻ ചിന്തിക്കും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി കൊണ്ടുനടക്കേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ച്. ഈശോ പറഞ്ഞൊരു വചനമാണ് ഞാൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരിക. ഈശോ മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വെച്ചു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. അതായത് മനസ്സിൻ്റെ അടിസ്ഥാനപരമായ വികാരം എന്ന് പറയുന്നത് ശാന്തതയാണ്.
എല്ലാ തിരമാലകൾക്കും അപ്പുറത്ത് മനസ്സ് സൂക്ഷിക്കുന്ന ശാന്തതയെക്കുറിച്ച് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. തിരമാലകൾ പോലെ ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. എപ്പോഴും നമ്മളെ ആകുലപ്പെടുത്തുന്നതും ഭീതിപ്പെടുത്തുന്നതുമായ പല കാര്യങ്ങളും സംഭവിക്കും. ആ നേരത്തൊക്കെ ഒരു ആത്മീയ മനുഷ്യൻ കൊണ്ടുവയ്ക്കേണ്ട ഏറ്റവും നല്ല സ്വഭാവ ശ്രേഷ്ഠത എന്ന് ഞാൻ ചിന്തിക്കും, അത് ശാന്തതയാണ്. തിരമാലകൾ എപ്പോഴും ഉണ്ടെങ്കിലും ശാന്തമായി നിൽക്കാനാവുന്ന ഒരാത്മീയ പക്വതയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഈ പക്വത ഉള്ളതുകൊണ്ടായിരിക്കാം യേശു എന്നും ജീവിതത്തിൽ ഈ ശാന്തതയെക്കുറിച്ച് ചിന്തിച്ചതും. നമുക്കറിയാം, യേശു ജീവിച്ചത് കടലിൻ്റെ പശ്ചാത്തലത്തിലാണ്. പ്രത്യേകിച്ച് തിബേരിയസ് കടൽ തീരം എന്നൊക്കെ പറയുകയും ഗലീല തടാകം എന്നൊക്കെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്ന ആ കെനേസർ തടാകത്തിന് തീരത്ത് ജീവിച്ചപ്പോൾ തിരമാലകളും കാറ്റും ഒക്കെ ഉണ്ടാകുന്നൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു ശാന്തതയെക്കുറിച്ച് ചിന്തിച്ചത്. അതായത് ചുറ്റും തിരമാല അടിക്കുന്ന പശ്ചാത്തലത്തിലും ശാന്തതയോടെ ജീവിതത്തെ കൊണ്ടുവയ്ക്കാൻ സാധിക്കുന്ന ഒരാത്മീയ പക്വത എല്ലാവരും നേടിയെടുക്കണമെന്ന് ഈശോ ആഗ്രഹിച്ചു തന്നെ. പ്രിയപ്പെട്ടവർ, ഞാനോർക്കും ബൈബിളിലെ വചനം ഓർക്കുമ്പോൾ സംഗീതത്തിൽ പറഞ്ഞു വെക്കുകയാണ് ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും സൂക്ഷിക്കേണ്ട ഒരു ശാന്തതയെക്കുറിച്ച്. 3-ാമത്തെ സങ്കീർത്തനത്തിൽ 5-ാം തിരുവചനമായി ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000-ങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നും അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. അതായത് ശക്തനായവൻ്റെ സംരക്ഷണം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ചുറ്റിലുമുണ്ട്. ഞാൻ അസ്വസ്ഥനാകേണ്ട എന്ന വലിയ ബോധ്യം യേശു ഒന്നും കൊണ്ടുനടന്നിരുന്നു. പ്രിയപ്പെട്ട, നമ്മുടെ ചുറ്റിലുമുള്ള കുറേ അധികം സംഭവങ്ങൾ കാണുമ്പോൾ നമ്മളൊക്കെ കാറ്റത്തൊലയുന്നത് പോലെ എല്ലാം തീർന്നു പോയി എന്ന് തോന്നിയേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്, ദൈവം എന്നെ കാണുന്നുണ്ട്, ദൈവം എന്നെ അറിയുന്നുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം എത്രമാത്രം ആഴത്തിൽ കടന്നു വരുന്നു, അത്രമാത്രം നമ്മുടെ ഉള്ളിൽ ഒരു ശാന്തതയിലേക്ക് നമ്മളെത്തും. ഈ ശാന്തത അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. കടലിൽ പോകുന്ന ഈ മുക്കുവരെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ചിന്തിക്കുകയായിരുന്നു. ഈ തിരമാല നടുവിലൂടെ അവർ പോകുമ്പോഴും, അവർ വലയെറിഞ്ഞ് പോകുമ്പോഴും, ചൂണ്ടയിട്ട് പോകുമ്പോഴും അവർ സൂക്ഷിക്കുന്ന ഒരു ശാന്തതയുണ്ട്. കാരണം ഈ കടലിന് ഒത്തിരി ആഴമുണ്ടല്ലോ, ഈ വള്ളമെങ്ങാനും പറഞ്ഞാൽ എങ്ങനെ നീന്തി കയറും, അപകടത്തിൽ പെടുകയല്ലേ, മീൻ ആക്രമിക്കല്ലേ, ഇങ്ങനെ 100 ചോദ്യങ്ങൾ അവർക്കുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങൾക്കപ്പുറത്തെല്ലാം അവർ ചിന്തിക്കും, ഞങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഞാനീ പോകുന്ന എല്ലാ വള്ളങ്ങളും ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാ വള്ളങ്ങളും ദൈവത്തിൻ്റെ പേര് കുറിച്ച് വെച്ചിട്ടുണ്ട്. അവർ ക്രിസ്തീയ വിശ്വാസമാണെങ്കിൽ അവർ യേശുവിൻ്റേതോ മാതാവിൻ്റേതോ വിശുദ്ധരുടേതോ പുണ്യവാന്മാരുടെയോ എല്ലാവരുടെയും പേര് കുറിച്ച് വെച്ചിട്ടുണ്ട്. മറ്റു മതത്തിൽപ്പെട്ട ആളുകളും അവിടെ ദൈവത്തോട് പ്രത്യേകമായ രീതിയിൽ സംരക്ഷണവും ആശ്രയവും തേടിക്കൊണ്ടാണ് കടലിൽ പോകുന്നത്. അതായത് ദൈവത്തിൻ്റെ സംരക്ഷണത്തിലായിരിക്കുന്ന ഒരു വലിയ ശാന്തത എന്ന് സൂക്ഷിക്കാം. പ്രിയപ്പെട്ട, ഇത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആളുകളൊക്കെ അമിതമായ ഉത്കണ്ഠയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് മലയാളിക്കുള്ള ഏറ്റവും വലിയ രോഗമെന്ന് ഞാൻ സൂചിപ്പിക്കും, അത് അമിതമായ ടെൻഷനാണ്. എന്തിനെക്കുറിച്ചൊക്കെയോ അമിതമായ ടെൻഷനാണ്. ജോലിയെക്കുറിച്ച്, വീടിനെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, യാത്രകളെക്കുറിച്ചൊക്കെ അമിതമായ ടെൻഷൻ. എല്ലാം പ്ലാൻ ചെയ്യാനുള്ള വ്യഗ്രതയിലാണ്. കുറേ അപ്പുറം വരെ ഒരു 3 തലമുറയ്ക്ക് വരെ സ്വത്തുണ്ടാക്കി വെക്കണമെന്നൊക്കെ ചിന്തിക്കുന്നവർ, ഞാൻ ചിന്തിക്കും, അവരാർക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന നാളെ ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കുമെന്നൊക്കെ ആർക്കറിയാൻ സാധിക്കും. എങ്കിലും ഇതിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിലൊക്കെ എത്രമാത്രം ഉത്കണ്ഠകളാണ് ജീവിതത്തെ കൊണ്ടുനടക്കുന്നത്. മറിച്ച് ഇതെല്ലാം ദൈവത്തിൻ്റെ കൃത്യമായ ഒരു പരിപാലനയിൽ സംഭവിക്കുന്നതാണ് എന്നൊരു ശാന്തതയാണ് കൊണ്ടുനടക്കേണ്ടത്. എല്ലാത്തിനൊരു താളമുണ്ട്. നമുക്കറിയാം, ഈ ഭൂമിയിലെ സകല വസ്തുക്കൾക്കൊരു ഋതമുണ്ട്. ആ താളമനുസരിച്ചാണ് അത് പോകുന്നത്. നമ്മൾ വേഗത്തിൽ എന്തോരം ബഹളം വെച്ചാലും ഇതിന് താളമൊന്നും മാറാൻ പോകുന്നില്ല. നമ്മുടെ നാടൻ ഗ്രാമങ്ങളിൽ പറയുന്ന തമാശകളൊന്നും പറയാറില്ലേ? ബസ്സിൽ യാത്രയും കയറി ചേട്ടത്തിയോട് കണ്ടക്ടർ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടത്തി പറഞ്ഞെന്ന്, ഇരിക്കാൻ നേരമില്ല, എനിക്ക് പെട്ടെന്ന് പോകണമെന്ന്. അതായത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ശാന്തമായിരുന്ന് ചുറ്റുവട്ടങ്ങളൊക്കെ കണ്ടും കേട്ടും പോയാൽ മതി. അയ്യോ, ഇരിക്കാൻ നേരമില്ല. കാരണം എന്താ? നമ്മൾ വെറുതെ ഓരോ ടെൻഷൻ പിടിക്കുക. എന്തോരം തിരക്ക് പിടിച്ചാലും നേരത്തെ പോകാൻ പറ്റുമോ? വിമാനത്തെ കയറി ഇരുന്നിട്ട് എന്തോരം വഴക്കുണ്ടാക്കിയാലും നമുക്ക് ലക്ഷ്യത്തിൽ വിമാനത്തേക്കാൾ മുമ്പിൽ എത്താൻ പറ്റുമോ? അപ്പോൾ ഓർക്കണം, എന്താ, ഈ ഭൂമിക്ക് ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമുണ്ട്.
ഈ ഭൂമിക്ക് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, അതനുസരിച്ചാണ് പോവുക. അത് മനസ്സിലാക്കാനാവാത്ത മണ്ടനായ മനുഷ്യനാണ് എന്നും ഇതുപോലെ ആക്രാന്തം കാണിക്കും. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, നിൻ്റെ അറപ്പുരകളിൽ വലിയ ധാന്യങ്ങൾ ശേഖരിച്ച് വയ്ക്കുകയും കൊയ്ത പാടങ്ങളിൽ കൊണ്ടുവന്ന് വെച്ച ധാന്യങ്ങൾ ശേഖരിച്ച് വെക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് ചോദിച്ചു, നീ ഇന്ന് രാത്രി ഇവിടുന്ന് പോയാൽ എന്ത് സംഭവിക്കും? നിൻ്റെ ആത്മാവിനെ ഇന്ന് ചോദിച്ചാൽ എന്ത് സംഭവിക്കും? അതായത് നമ്മുടെ ഈ പ്ലാനുകളൊക്കെ ഓർക്കണം വെറും മാനുഷിക രീതിയിലാണ്. ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട്, ദൈവത്തിൻ്റെ ക്രമീകരണമുണ്ട്. എന്നെക്കുറിച്ച്, എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ ക്രമീകരണമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നിമിഷത്തിലാണ് നമുക്ക് ശാന്തത കിട്ടുക. നമ്മൾ തന്നെ പ്ലാൻ ചെയ്യുന്നതാണ്, നമ്മൾ തന്നെ ചിന്തിക്കുന്നതാണ് എല്ലാത്തിൻ്റെയും ആത്യന്തികമെന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും അബദ്ധം. നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന, നമ്മുടെ കാര്യങ്ങളെ ഭാവിച്ച് പ്ലാനുള്ള ദൈവത്തിൻ്റെ ഇടപെടലിൽ നമ്മൾ വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ കടലിൽ പോകുന്ന മുക്കുവനും അവനറിഞ്ഞുകൂടാ എവിടെയാണ് മീനുള്ളതെന്നും, അവനറിഞ്ഞുകൂടാ എപ്പോഴാണ് മീൻ കിട്ടുക എന്നും. പക്ഷേ അവൻ ധൈര്യപൂർവ്വം വിശ്വസിച്ച് പുറപ്പെടുകയാണ്. മീൻ കിട്ടും. എവിടുന്ന് കിട്ടും? അത് ദൈവം തരും. അവൻ പോകുമ്പോഴും വലയെറിയുമ്പോഴും ഒക്കെ അവൻ തീരത്ത് നിൽക്കുന്ന ആൾക്കാർ പ്രതീക്ഷ കൊടുക്കുന്നത് ഞങ്ങൾ ഉടനെ വരുമെന്നാണ് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ പദ്ധതികളിലും ദൈവത്തിൻ്റെ നിശ്ചയങ്ങളിലും അവർ വിശ്വസിക്കണം. അവർക്ക് അതേ ശാന്തത ഉണ്ടാവുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്ന ചിന്ത അതാ, നമ്മൾ വെറുതെ ഇത്രയും വേഗത കൂട്ടേണ്ടതും വെറുതെ അസ്വസ്ഥമാകേണ്ട കാര്യങ്ങളില്ല. ദൈവത്തിൻ്റെ താളത്തിലെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്, ദൈവത്തിൻ്റെ ക്രമീകരണത്തിലെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ജീവിതത്തിൽ ശാന്തത അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ കൊല്ലപ്പെടണമെന്നാണ്, നമ്മൾ അപകടത്തിൽപ്പെടണമെന്നാണെന്ന് ദൈവനിശ്ചയെങ്കിൽ നമ്മളെന്തോരം വാരിക്കൂട്ടി വെച്ച് എന്താ കാര്യം ഇരിക്കുന്നത്? തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു നിശ്ചയമുണ്ടെന്നും പരിപാലനുണ്ടെന്നൊക്കെ ഞാൻ ഏറ്റു പറയുമ്പോൾ എനിക്ക് ദൈവത്തിൽ ആശ്രയബോധം വർദ്ധിക്കും. നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ തമ്പുരാൻ ഊതി വീർപ്പിച്ച് വെറും ബലൂൺ മാത്രം. അവിടുന്ന് ഊതി ഇങ്ങനെ കാറ്റ് വീർപ്പിച്ച് വെക്കുമ്പോഴാണ് അത് വലുതായിരിക്കുന്നത്. ഇതിൻ്റെ തുമ്പത്ത് തമ്പുരാൻ ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചും വെച്ചിരിക്കുക. ഈ കൈയൊന്ന് ലൂസായാൽ കാറ്റ് കൊണ്ട് ബലൂൺ ചുങ്ങിപ്പോവും. 18-ാം സങ്കീർത്തനത്തിലെ 35-ാം വചനമുണ്ട്, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി, അവിടുത്തെ വലതുകരം എന്നെ താങ്ങി നിർത്തിയെന്നും. ദൈവത്തിൻ്റെ വാത്സല്യത്തിൽ വലുതായി നിൽക്കുന്നവരാണ് നമ്മൾ. അവിടുന്ന് താങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയി നിൽക്കുന്നത്. അവിടുന്ന് കയ്യൊന്ന് വിട്ടാൽ ചോർന്നു പോകും. അതുകൊണ്ട് തീർച്ചയായും ദൈവത്തിൻ്റെ പരിപാലനയിലും ദൈവത്തിൻ്റെ നിശ്ചയങ്ങളിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ വിശ്വസിക്കാൻ പഠിക്കണം. നമ്മൾ കണ്ണടച്ച് മനസ്സടച്ച് വിശ്വസിക്കുക, ദൈവം കാക്കും. ആ നിമിഷങ്ങളിൽ വളരെയധികം സംരക്ഷണം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിച്ചത്, ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, ഉണർന്നെഴുന്നേൽക്കും, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും, ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആശ്രയബോധത്തോടെ ശാന്തമായി ജീവിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കാം. പ്രത്യേകിച്ച് ഈ മാർച്ച് മാസം, ഏപ്രിൽ മാസം ഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പരീക്ഷയുടെ ആരവങ്ങളൊക്കെ വരുമ്പോൾ അമിതമായ ഉത്കണ്ഠയുടെ ഭാരങ്ങളൊന്നും പിള്ളേരുടെ തലയിൽ കൊടുക്കരുത്. കുഞ്ഞുങ്ങളും പരീക്ഷയൊക്കെ ശാന്തമായ പ്രതിഭാസങ്ങൾ തന്നെയാണ്. അമിതമായ ടെൻഷൻ കൊണ്ട് എത്രയോ പേരാ തല കറങ്ങി വീഴുക, എത്രയോ പേരാണ് ബോധം കെട്ടുപോവുക, എത്രയോ പേരാണ് രോഗമായി ആശുപത്രി എത്തുക. മറിച്ച് ചിന്തിക്കണം, നമുക്കൊക്കെ വളരാവുന്ന ഒരു മേഖലയിൽ നമ്മൾ മുന്നോട്ട് പോകും. ദൈവം ക്രമീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അമിതമായ ഉത്കണ്ഠകളെ മനസ്സിൽ നിന്ന് പാടെ അകറ്റാൻ ആവശ്യപ്പെടുക. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും, വയനാട്ടിലെയും ഹൈ റേഞ്ചിലൊക്കെ ആദിവാസികൾക്ക് എന്തുകൊണ്ട് രോഗം വരുന്നില്ലെന്ന് പലപ്പോഴും. കാരണം അവരുടെ ജീവിതത്തിൽ എന്നും ഒരു ശാന്തതയുണ്ട്. അവർ ശാന്തതയാണ്. ഒരുപാട് മോഹങ്ങളുടെ പുറകെ പോയി മനസ്സിൻ്റെ സ്വസ്ഥത മുഴുവൻ കളഞ്ഞ് രോഗമാകാമെന്ന് അവർ തയ്യാറില്ല. ഇന്ന് അവർ ചിരിച്ചും കളിച്ചും വർത്തമാനം പറഞ്ഞും അവരുടേതായ മേഖലയിൽ സന്തോഷം കണ്ടെത്തി അവർ കടന്നു പോകുമ്പോൾ അവർക്ക് ആയുസ്സും ആരോഗ്യം കൂടുകയും ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് നല്ല ഭക്ഷണം കഴിച്ചും ഒരുപാട് വലിയ വീട്ടിൽ കിടന്നിട്ടും നമുക്ക് ആയുസ്സും ആരോഗ്യം കുറയാൻ കാരണം എന്താ? വെറുതെ കൊണ്ടുനടക്കുന്ന അമിതമായ ഉത്കണ്ഠകളാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സിനെ ശാന്തമായി സൂക്ഷിക്കാൻ പഠിക്കണം. എല്ലാ തിരമാലകളും നടുവിൽ ശാന്തമായി സൂക്ഷിക്കാൻ പഠിക്കണം. തീർച്ചയായും നമുക്ക് രോഗമില്ലെന്നോ തകർച്ചയില്ലെന്നോ ബുദ്ധിമുട്ടില്ലെന്നോ ഒന്നും ഞാൻ പറയല. ഇതെല്ലാം ഉണ്ടാകും. മറിച്ച് എന്താ ചിന്തിക്കേണ്ടത്? ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതികളാണ്, ഇതെല്ലാം ദൈവത്തിൻ്റെ ക്രമീകരണങ്ങളാണ്. ദൈവം അറിയാതെ എന്താ സംഭവിക്കുന്നത്? സമുദ്രം കടക്കുമ്പോൾ ജലം നിൻ്റെ തല കവിയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല എന്നൊക്കെ വാഗ്ദാനം ചെയ്തവൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ അടുത്തുണ്ട്, അവിടെ തന്നെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണ്ടേ? എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്.
അത് നിൻ്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണെന്ന തിരുവചനം ഞാൻ കണ്ണടച്ച് വിശ്വസിക്കണ്ടേ? ആരാണ് ഭാഗ്യവാൻ, ആരാണ് ഭാഗ്യവതി? കർത്താവ് പറഞ്ഞ ഈ വചനങ്ങൾ വിശ്വസിക്കുന്നവനാണ് ഭാഗ്യവാൻ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറമേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് ലൂക്ക 1:45 വചനം ഓർത്ത് വെക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സിൽ ശാന്തതയോടെ ജീവിക്കാൻ നമുക്ക് പഠിക്കാം. പ്രത്യേകിച്ച് ഞാൻ ഈ ചുറ്റുവട്ടങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ നോക്കും, ഈ പ്രഭാതത്തിൽ ഈ കടൽ തീരത്ത് നിൽക്കുമ്പോൾ ഞാൻ പറയും ശാന്തതയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് വിശുദ്ധ ജോൺ ബ്രിട്ടോ എന്ന പുണ്യവാൻ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. കൊല്ലപ്പെടുന്ന നിമിഷത്തിൽ പോലും അദ്ദേഹം ശാന്തനായിരുന്നു, ആരോട് വഴക്കുണ്ടാക്കിയില്ല. അദ്ദേഹത്തെ വാളുകൊണ്ട് വെട്ടാമെന്ന് പടനായകൊണ്ട് പറഞ്ഞു വെച്ചത്, നീ നിൻ്റെ ജോലി ചെയ്തോ, എനിക്കൊരു നഷ്ടവും സംഭവിക്കുകയില്ല, ഞാൻ ദൈവത്തിൻ്റെ പക്കലേക്കെന്ന. വാളുകൊണ്ട് ആഞ്ഞു വെട്ടാൻ വന്നുകൊണ്ട് പറഞ്ഞു വെച്ചതാ, നിൻ്റെ ജോലി, നിന്നോട് രാജാവ് പറഞ്ഞ കാര്യം നീ ചെയ്തോ, ഞാനൊന്നും ടെൻഷൻ പിടിക്കുകയില്ല, എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് തീർന്നല്ല, ഞാൻ ദൈവത്തിൻ്റെ പക്കലേക്ക് പോവുകയാണ്, ഞാൻ ആ യാത്രയ്ക്കുള്ള ഒരുക്കത്തിൽ മാത്രമാണ് ഇവിടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സുകളിൽ ശാന്തതയുണ്ടാകാൻ വേണ്ടി പ്രത്യേകം ആഗ്രഹിക്കാം. രോഗങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച വരുമ്പോൾ എന്തോ അത്യാഹിതം സംഭവിച്ചതുപോലെ എല്ലാം തീർന്നു എന്നൊന്നും വിചാരിച്ചേക്കരുത്. ഒരു രോഗം വന്നെന്ന് വെച്ചോ, ഒരു കടം വന്നെന്ന് വെച്ചോ, ഒരു വാഹന അപകടം സംഭവിച്ചെന്ന് വെച്ചോ, ഒരു തെറ്റിദ്ധാരണ വന്നു വെച്ചോ, ഇതൊന്നും അവസാനത്തെ അധ്യായമല്ല, അതിനപ്പുറത്തേക്കുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കും, ട്രെയിനൊക്കെ പോകുമ്പോൾ തുരങ്കത്തോടെ കടന്നു പോകുമ്പം കുറേ നേരത്തേക്ക് ഇരുട്ടായിരിക്കും, പക്ഷേ ആ ഇരുട്ടിൻ്റെ സമയം കഴിഞ്ഞ് പിന്നെയും പ്രകാശത്തിലേക്ക് വരികയല്ലേ. ഇപ്പോൾ നിങ്ങൾ ഇരുട്ടിലോ അസ്വസ്ഥയിലാണെങ്കിൽ ഓർത്തോ, ഇതാ പ്രകാശത്തിലേക്ക് നിങ്ങൾ വരാറായി, തുരങ്കം കഴിയാറായി, മുമ്പിൽ ഇതാ പ്രകാശത്തിന് നാളങ്ങൾ കണ്ടു തുടങ്ങി. അതുകൊണ്ട് ഇന്നത്തെ അന്ധകാരം കണ്ടും ഇന്നത്തെ ഇരുട്ട് കണ്ടും ഇന്നത്തെ പൊടിപടലങ്ങൾ കണ്ടും എല്ലാം തീർന്നു എന്ന് ചിന്തിച്ചേക്കരുത്. മറിച്ച് നമ്മൾ മുന്നോട്ടുള്ള യാത്രയിലാണ് എന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സിൻ്റെ ശാന്തതയ്ക്കും മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കടലും കടലിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ നമുക്ക് എന്നും തരുന്ന മനസ്സിൻ്റെ ശാന്തതയുണ്ടല്ലോ. പലപ്പോഴും ആളുകളൊക്കെ ചെയ്തു വെക്കുന്നത് എന്താ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പം കടൽ തീർത്ത് പോയിരിക്കും, കടലിലെ കണ്ടുകൊണ്ട് പിടിക്കുന്നതിന് ശാന്തത കിട്ടുമെന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ശാന്തതയും പക്വതയാർന്ന സന്തോഷവും കിട്ടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാനെയും നിൻ്റെ മുമ്പിലേക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെയും ഞാനായിരിക്കുന്ന സമൂഹത്തെയും ഈ വചനം കേൾക്കുന്നവരെയൊക്കെ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നിൻ്റെ പരിപാലനം വിശ്വസിക്കുവാനും ശാന്തമായ ജീവിതത്തെ നേരിടുവാനും ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ഓരോ നിമിഷവും നിൻ്റെ കൈപിടിച്ച് നടക്കുന്ന മനസ്സോടെ എന്നും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കൃപയേകണമേ. ജീവിതത്തിലെ ദുരിതങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ എന്നും നിനക്ക് സാക്ഷ്യമായി തീർന്ന വിശുദ്ധരെ പോലെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ എന്നും നിൻ്റെ പിന്നാലെ നടക്കുക കൃപയയക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈ ഭവനത്തെയും ഈ സമൂഹത്തെയും ഇവിടെയുള്ള എല്ലാവരെയും അങ്ങേ പക്കലേക്ക് സമർപ്പിക്കുന്നു. രോഗങ്ങളും വേദനകളും കഷ്ടപ്പാടും നൊമ്പരങ്ങളുമായി അങ്ങേ സന്നിധിയിലെത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും അങ്ങിപ്പോൾ തക്കൽ പാർക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന വാഗ്ദാനം അങ്ങ് പൂർത്തിയാക്കണമേ. കർത്താവായ ദൈവമേ, ഈ വചനം കേൾക്കുന്നവരും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരുമായ എല്ലാവരെയും നിന്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ അങ്ങയുടെ വലിയ കാരുണ്യവും കൃപയും ചെറിയുവാനായി അങ്ങേ സാന്നിധ്യം ശക്തിയാർജിക്കുവാനായി ഞങ്ങൾ ഒന്നിയെ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്ര, യേശുവേ സ്തോത്ര, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഭക്തിയോടെ കൈകൾ കൂപ്പി നിന്ന് തമ്പുരാൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കും. ദൈവത്തെ ഹൃദയത്തിൽ സ്തുതിച്ചുകൊണ്ട് മനസ്സിൽ തമ്പുരാൻ്റെ നന്മകൾ ഓർത്തുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. കേരള സഭയ്ക്ക് മരിയ ഭക്തിയുടെ ഒരു പുതിയ പ്രാർത്ഥനാ ശൈലി പൗർണമി പ്രാർത്ഥന. മറിയത്തോടൊത്ത് മദർ ഹോമിൽ മരിയൻ രാത്രി പൗർണമി പ്രാർത്ഥന. രാത്രി 9 മണിക്ക് ദിവ്യബലിയോടെ ആരംഭിച്ച് രാവിലെ 5 മണിക്ക് ദിവ്യബലിയോടുകൂടി സമാപിക്കുന്നു. സ്വർഗവാതിൽ തുറന്ന് അനുഗ്രഹ പൂമഴ ചുരിയുന്ന ഈ പൂനിലാവിൽ മറിയത്തോടൊപ്പം ഉണർന്നിരിക്കാം. ആത്മാവിന്റെ പുതിയ പന്തക്കുസ്ത സ്വീകരിക്കാം. വ്യത്യസ്തമായ ആത്മീയ അനുഭവത്തിന്റെ ഈ സുന്ദര രാവിൽ പങ്കുചേരാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിന്റെ സമീപത്തുള്ള മദർ ഹോമിലേക്ക് പ്രാർത്ഥനാ നിർഭരമായ സ്വാഗതം. എല്ലാ 2ാം ശനിയാഴ്ചയും ഏകദിന ധ്യാനവും രോഗശാന്തി ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്.